അർജുനപുത്രനായ അഭിമന്യുവിന് ചക്രവ്യൂഹത്തിൽ നിന്നും പുറത്തു കടക്കാനാവാതെ പോയതിനൊരു കാരണം പറയുന്നുണ്ട്. അഭിമന്യുവിനെ ഗർഭം ധരിച്ചിരിക്കുന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാൻ സംഭാഷണ മധ്യേ സുഭദ്രയോട് വിവിധ തരത്തിലുള്ള സേനാവിന്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പത്മവ്യൂഹം എന്ന സേനാവിന്യാസത്തെക്കുറിച്ച് പരാമർശിച്ചു പൂർത്തിയാക്കാണ്ട് സംഭാഷണം നിർത്തി. കാരണം ഗർഭാലസ്യത്തിൽ ആയിരുന്ന സുഭദ്ര അപ്പോഴേക്കും ഉറങ്ങിപ്പോയിരുന്നു. പക്ഷേ സുഭദ്രയുടെ ഗർഭത്തിലായിരുന്ന അഭിമന്യു ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പത്മവ്യൂഹം ഭേദിക്കാൻ അഭിമന്യു പഠിച്ചു. പക്ഷേ അതിൽ നിന്നും പുറത്തു വരാനുള്ള വിദ്യ പഠിച്ചില്ല. അഭിമന്യു മരിക്കുമ്പോൾ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തര ഗർഭിണിയായിരുന്നു. അവർ പ്രസവിച്ച പരീക്ഷിത്താണ് പാണ്ഡവ വംശത്തെ പിന്നീട് നിലനിർത്തിയത്. അഭിമന്യുവിൻ്റെ അന്ത്യത്തെക്കുറിച്ച് വ്യാസമഹർഷിയുടെ വർണ്ണന ഇപ്രകാരമാണ്. ധീരമായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന അഭിമന്യുവിനെ നോക്കാൻ പോലും കൗരവ യോദ്ധാക്കൾ അശക്തരായപ്പോൾ അശ്വത്തോടുകൂടിയ ദുശാസനപുത്രൻ്റെ രഥം അഭിമന്യു ഗദ കൊണ്ട് അടിച്ചു തകർത്തു. ദുശാസനപുത്രൻ ചൊടിച്ചുകൊണ്ട് ഗദയുമെടുത്ത് അഭിമന്യുവിനോട് പാഞ്ഞേറ്റു. ആ വീരന്മാർ ഗദയുമായിട്ട് പരസ്പരം കൊല്ലാനൊരുങ്ങി. അവരങ്ങനെ പരസ്പരം പോരടിച്ചു. അവർ തമ്മിൽ ഗദ കൊണ്ട് അടിച്ച് രണ്ടുപേരും ഭൂമിയിൽ അഴിച്ച ചക്രധ്വജങ്ങളെപ്പോലെ വീണു. കുരുക്കളുടെ കീർത്തിയെ വളർത്തിയ ദുശാസനപുത്രൻ ഉടനെ പിടഞ്ഞെഴുന്നേറ്റു. എഴുന്നേൽക്കാനൊരുങ്ങുന്ന അഭിമന്യുവിനെ അവൻ തഞ്ചത്തിൽ തലക്കടിച്ചു. ഗദാവേഗം കൊണ്ടും അത്യധികമായ ആയാസം കൊണ്ടും ശത്രുനാശകനായ സുഭദ്രാപുത്രൻ ഉഴന്ന് ഭൂമിയിൽ മോഹിച്ചു വീണു. അപ്രകാരം ധീരനായ കുമാരൻ നിഗ്രഹിക്കപ്പെട്ടു. മഹാഭാരത യുദ്ധത്തിൽ യുദ്ധനീതി കാറ്റിൽ പറത്തിയത് അഭിമന്യുവിൻ്റെ മരണത്തോടുകൂടിയാണ്. പിന്നീട് നിരായുധനായ കർണനെ കൊല്ലാൻ മടിച്ചു നിന്ന അർജുനനെ ശ്രീകൃഷ്ണ ഭഗവാൻ ഓർമ്മിപ്പിച്ചത് അഭിമന്യുവിനെ കൊന്ന രീതിയായിരുന്നു. ദുര്യോധനനെ കൊല്ലാൻ ഭീമന് ഉപദേശം നൽകിയതും ഇതേ അടിസ്ഥാനത്തിൽ തന്നെയായിരുന്നു.